ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ 3 ഫേസ് ഡി ബിയിലെ കണക്ഷൻസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ MCB കാര്യങ്ങളും LCB, ഐസൊലേറ്റർ, RCCBയുടെ ഫുൾ ഡീറ്റെയിലാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് ഐസൊലേറ്ററും അതുപോലെ തന്നെ സെലക്ടർ കാര്യങ്ങളൊന്നും തന്നെ വെച്ചിട്ടുണ്ടായില്ല. അതിനുശേഷം വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഐസൊലേറ്റർ അത് തൊട്ട് താഴെ കണ്ടോ, ഐസൊലേറ്റർ LCB ഇതാണ് അതിൻ്റെ മെയിൻ ഘടകം വരുന്നത്. 3 ഫേസ് കണക്ഷനാണ്. ഈ 3 ഫേസും RYB എന്ന് പറയുന്ന 3 ഫേസും ഒരു ന്യൂട്രലുമാണ് വരുന്നത്. അത് നേരെ വരുന്നത് നമ്മുടെ ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. 61 ആംസ് ഐസൊലേറ്ററാണ് നമ്മൾ സാധാരണ 3 ഫേസിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 61 ആംസ് ഈ RCCB അല്ലെങ്കിൽ LCB ആണ് നമ്മൾ 3 ഫേസ് കണക്ഷൻ കൊടുക്കുക. ആദ്യമേ തന്നെ 4 വയർ, അതായത് 3 ഫേസും ഒരു ന്യൂട്രലും വരുന്നത് നേരെ ഐസൊലേറ്ററിലേക്ക് വരുന്ന ഐസൊലേറ്ററിന് താഴെ കൊടുക്കുന്നു. ഐസൊലേറ്ററിൻ്റെ ഔട്ട് നമ്മൾ ഓണാക്കി കഴിയുമ്പോൾ ഔട്ട് വഴി നേരെ LCBയുടെ ഏറ്റവും താഴെ കണ്ട ഇന്നിലേക്കാണ് RYB എന്ന് പറയുന്ന കളർ കോഡിങ് ഇട്ടിട്ടാണ് പിന്നെ ന്യൂട്രലും വരുന്നത്. കളർ കോഡിങ് ഇട്ടിട്ടാണ് കൊടുത്തത്. അതിൻ്റെ ഔട്ട് വരുന്നത് RYB പിന്നെ ന്യൂട്രൽ, ഇതാണ് അതിൻ്റെ ഔട്ട് വരുന്നത്. ഈ ഔട്ട് നേരെ വരുന്നത് നമ്മുടെ സെലക്ടറിലേക്ക്. പിന്നെ വരുന്ന ന്യൂട്രൽ വരുന്നത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ബാറുണ്ട്, ആ ബാറിലേക്ക് വരുന്നു. 3 ഫേസ് നേരെ എല്ലാ സെലക്ടറിലേക്കും കൂടിയാണ് പോകുന്നത്. അല്ലാതെ സെപ്പറേറ്റ് ഓരോന്നല്ല, എല്ലാ സെലക്ടറിലേക്കും 3 ഫേസ് വരുന്നുണ്ട്. ഈ 3 ഫേസ് 3 പോകുന്ന 3 ഏതൊന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കാണുന്ന എല്ലാ ഇൻഡിക്കേറ്റർ സ്വിച്ചാണ്. അത് കറണ്ട് ഉണ്ടെന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഔട്ട് വരുന്നതാണ്, അതായത് നമ്മൾ സെലക്ടറിൻ്റെ ഔട്ടിൽ നിന്നാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ സെലക്ടറിൽ 1 2 3 എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടാണ് ഓഫ്, പിന്നെ 1 2 3 ഈ 3 ഫേസ് നമുക്ക് ഓരോ സെലക്ടറിലും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. 3 ഫേസ്, ഒന്നാമത്തെ ഫേസ്, രണ്ടാമത്തെ ഫേസ്, പിന്നെ മൂന്നാമത്തെ ഫേസ്, അങ്ങനെ എല്ലാ സെലക്ടറിലും നമുക്ക് 3 സെലക്ട് ചെയ്യുക. അത് ഏതെങ്കിലും ഒരു ഫേസ് ഇല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാൻ താല്പര്യം നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ആദ്യത്തെ സെലക്ടറിൽ നിന്ന് വരുന്ന ഫസ്റ്റ് റെഡ്, അത് നേരെ അടുത്ത MCBയുടെ സെക്ഷനിലേക്ക് പോയി. രണ്ടാമത്തെ സെലക്ടറിൻ്റെ സെക്ഷനിൽ നിന്നും മൂന്നാമത്തെ സെലക്ടറിൻ്റെ സെക്ഷനിൽ നിന്നും സെപ്പറേറ്റ് ഫേസുകൾ വരുന്നത് കാണാൻ പറ്റും. ആദ്യത്തെ റെഡ് സെക്ഷനാണ്, ആദ്യത്തെ റെഡ് ഫേസ് വരുന്നത് 6 MCBകൾ ഇട്ടിരിക്കുന്നു. രണ്ടാമത്തെ സെക്ഷനിൽ 6 MCB, മൂന്നാമത്തെ സെക്ഷനിൽ 6 MCB ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം തന്നെ ഔട്ട് ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഇൻവെർട്ടറിന് വേണ്ടി സെപ്പറേറ്റ് മാറ്റിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും, ഒരു MCB. അതുപോലെ തന്നെ അടുത്ത സെക്ഷനിൽ പിന്നെ ഈ MCB വയ്ക്കുകളെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ എത്ര സർക്യൂട്ട് കാര്യങ്ങളുണ്ടോ അതിനനുസരിച്ചുള്ള MCBകൾ നമുക്ക് വെച്ചാൽ മതി. ഇതിപ്പോൾ 6 വേ MCB ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 6 വേ MCBയുടെ നമ്മുടെ DB ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വരുന്നത് 3 ഫേസിലും കൂടി 6 3 18 MCB നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സപ്ലൈയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേട്ടോ, ഇതിൻ്റെ താഴെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നീല വയർ വന്നാണ്, നീല വൈ എന്ന് പറയുന്ന ഫേസിൽ താഴെ വന്നിരിക്കുന്നത് ലിങ്ക് ചെയ്തിരിക്കുന്നത്, എല്ലാ MCB ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് യെല്ലോ എന്ന് പറയുന്ന ഫേസും വരുന്നത്. അങ്ങനെ 3 ഫേസും RYB എന്ന് പറയുന്ന ഫേസുകളെല്ലാം തന്നെ ഈ പറയുന്ന MCBയുടെ ഓരോ സെക്ഷനിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ സെപ്പറേറ്റ് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് വേണ്ട സർക്യൂട്ട് എത്രയാണോ അത്രയും MCBകളാണ് നമ്മൾ ഓൾറെഡി കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ച്, അതായത് ഇനി എങ്ങനെ ഈക്വൽ ലോഡ് ഓരോ ഫേസിൽ നമ്മൾ കൊടുക്കുന്നത് ഈക്വൽ ലോഡായിരിക്കണം. ഈക്വൽ ലോഡ് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇൻവെർട്ടർ സെക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് 2 MCB നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻസ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് അറിയണം താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് നമുക്കൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.